ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീട് നമ്മുടെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയൊരു ബാൽക്കണിയൊക്കെ ഉള്ള ഒരു വീടാണ് നമ്മളുടെ. സ്ഥലം വരുന്നത് മരടാണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. അതിന് മുന്നായിട്ട് ഫ്രണ്ടിലൊരു ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെ നമ്മുടെ ചെരുപ്പ് അറേഞ്ച് ചെയ്യാനായിട്ട് ചെരുപ്പ് വെക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും വെച്ചിട്ടില്ല. സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ആക്ച്വലി നാളെയാണ് പൂജ. അപ്പോൾ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലൊരു തുളസി തറയുണ്ട്. മണ്ണ് നിറയ്ക്കണം, തുളസിയൊക്കെ വെക്കണം. അപ്പോൾ ആ രീതിയിൽ ഇത് ഓൾമോസ്റ്റ് എത്രയാണിത്? 700 600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് നമ്മുടെ ബാൽക്കണി. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോകാം. ഇതാണ് വീടിൻ്റെ പേര്, ആഷാഢം. ഓക്കെ, വീടിൻ്റെ അകത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. അകത്തേക്ക് കയറാം. യെസ്, അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് നേരെ കാണാൻ പറ്റുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡ് ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഗണപതിനെ വെക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. താഴെ നമ്മൾ ഈ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. എന്തായാലും വേഗം പറഞ്ഞു പോകാം. താഴെ 2 സ്റ്റാൻഡും ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി ഇവിടെ വേറെ നമ്മുടെ സോഫയൊക്കെ വരാനായിട്ടുണ്ട്. ഇപ്പം ഒന്നും വെച്ചിട്ടില്ല. 2 പെയിൻറ്റിങ്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റിങ്സ് ആണ്. അങ്ങനെ പെയിൻറ്റിങ് ഉണ്ട്. ഫ്രണ്ട് ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു തൂക്കുവിളക്ക് തൂങ്ങാനായിട്ട് ഉള്ളതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ, എന്താ ഇതിനെ പറയുന്നത്, പർഗോള പോലെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. TV ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഒന്ന് ലൈറ്റ് ഇട്ടേക്കാം. ഓക്കെ, ഈ രീതിയിലാണ് TV യൂണിറ്റ്. താഴെ ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡ് പോലെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾക്ക് വളരെ സന്തോഷത്തോടെ നമ്മൾ മേടിച്ച ഒരു സാധനമാണ് നമ്മുടെ പോട്ട് സ്റ്റാൻഡ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്തിട്ടാണത്, പവർ യൂണിറ്റ്. അതിങ്ങനെ അടഞ്ഞിരിക്കുന്ന രീതിയിൽ സിമ്പിളായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, ഇവിടെ നമ്മൾക്ക് ഇതിനടിയിൽ കീ വെക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഒരു ഓടക്കുഴലിൻ്റെ ഷേപ്പിലാണ് കീ വെക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തേക്കുന്നത് കേട്ടോ. അത് പെട്ടെന്നൊന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഇനി ഈ രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ ഇട്ടേക്കുന്ന, ഇപ്പോൾ നമ്മൾ ബാൽക്കണിയിലോട്ട് ഇടാനായിട്ട് മേടിച്ചേക്കുന്ന സാധനം ജസ്റ്റ് സിംപ്ലി ഇവിടെ വെച്ചേക്കാണ്. നമ്മുടെ കയറി താമസമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇടാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്നും എങ്ങോട്ടേക്കാണ്? ഓക്കെ, ഇവിടെ നിന്നും നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ വാഷ് ഏരിയ ഉണ്ട്. അവിടെ ഇങ്ങനെ കുട്ടികളുടെ ഭയങ്കര ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള ഒരു മിറർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് വാഷ് ഏരിയ. താഴത്ത് ഒരു ഏരിയ ഉണ്ട്. ഇനി ഇവിടെ കോമൺ വാഷ്റൂമാണ്. അത് ലൈറ്റ് ഇടുമ്പോൾ തന്നെ എക്സോസ്റ്റ് ഫാനും ഓൺ ആവുന്ന രീതിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂമായിട്ട് വരുന്നത്. ഓക്കെ, അവിടെ നിന്നും നമ്മൾക്ക് അടുക്കളയിലോട്ട് പോവാം അല്ലേ? ഓക്കെ, സിംപ്ലി ഒരു ചെറിയ അടുക്കളയാണ് വരുന്നത്. എത്ര സ്ക്വയർ ഫീറ്റാണ് അടുക്കള? 100 സ്ക്വയർ ഫീറ്റിലാണ് അടുക്കള വന്നിട്ടുള്ളത്. ഇതാണ് അടുക്കളയുടെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഒരു മോഡുലാർ കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു സെമി മോഡുലാർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് അടുക്കള അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചിമ്മിനി നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ചിമ്മിനി വെക്കാത്തത്. ഓൾറെഡി നമ്മൾ ഹസ്ബൻഡ് അനിയൻ്റെ വീടൊക്കെ പണിതപ്പോൾ ചിമ്മിനി വെച്ച് കുറേ പണിയൊക്കെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഫാൻ നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ കുഴപ്പമില്ലാതെ വർക്കാവുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ചിമ്മിനി വേണ്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് നമ്മളുടെ അടുക്കളയുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്, ഇപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ കഴിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് കട്ട് ചെയ്യാൻ, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലൊരു സെറ്റിങ്സ് ഉണ്ട്.
അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാറ്റി വെക്കണമെങ്കിൽ സ്പേസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിവിടെ മാറ്റി വെക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തൊക്കെ സാധാരണ പോലെ ഞാനിപ്പോൾ വൈഡായിട്ട് കാണിക്കില്ല, ജസ്റ്റ് കാണിച്ചു പോവാണ്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സൈഡ് കോർണർ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത വീട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു, അപ്പോൾ ഇവിടെ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സാധാരണ പോലെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ സാധാരണ സാധനങ്ങളൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വർക്ക് ഏരിയ എന്ന് പറയാം. വർക്ക് ഏരിയ ആണ്, പക്ഷെ നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. അതിന് കവർ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. ഇനി അടുത്ത് തന്നെ എവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ഈ ഒരു കോർണറിൽ തന്നെയാണ് ഫ്രിഡ്ജ് വെക്കുന്നത് കേട്ടോ. കോർണറിൽ തന്നെ ഫ്രിഡ്ജ് വെക്കാൻ പോകുന്നത്, അടുക്കളയിലല്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം കൊണ്ട് ഇവിടെ നമ്മൾക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, അപ്പം ആ രീതിയിൽ ഇവിടെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചൂലും മറ്റു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുക്കളയിൽ നിന്ന് പോവാം, ബെഡ്റൂമിലേക്ക് പോവാം. മെയിൻ ബെഡ്റൂം ആദ്യം കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ മെയിൻ ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ ഈ രീതിയിലാണ് മെയിൻ ബെഡ്റൂം ഉള്ളത്. ഓക്കെ, മെയിൻ ബെഡ്റൂം ബെഡാണത്. ഓക്കെ, ക്യൂൺ സൈസ് ബെഡ് വിരിച്ചിട്ടുണ്ട്. എന്തായാലും ബെഡ്ഷീറ്റ് 2 ദിവസം മുന്നേ നമ്മൾ വിരിച്ചിട്ടതാണ്, നാളെ നമ്മുടെ പരിപാടികളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെയും ഒരു ഇതുപോലെ ഇതൊരു അയൺ ടേബിൾ ഉദ്ദേശിച്ചിട്ടാണ് അയൺ ടേബിൾ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്യാൻ ലാപ്ടോപ്പോ മറ്റോ ഓഫീസ് വർക്കൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഇവിടെ ഒരു ചെയർ ഇട്ട് കൊടുത്താൽ മതി. ആ രീതിയിൽ ഇവിടെ ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിത് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ താഴെ ഒരു ഹുക്ക് പോലെ ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മേക്കപ്പ് ഏരിയ എന്നല്ലേ പറഞ്ഞ ഈ ഒരു സംഭവം. ഓക്കെ, ഒന്നും സാധനങ്ങൾ വെച്ചിട്ടില്ല, എംപ്റ്റി ഹോം ടൂർ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഷെൽഫ് പോലെ അത് മാറ്റാൻ പറ്റും എന്ന രീതിയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അടുത്തത് നമ്മുടെ വാർഡ്രോബാണ്. വാർഡ്രോബ് ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു എംപ്റ്റി ഹോം ടൂർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് വാർഡ്രോബ് ഉള്ളത്. ഇനി നമ്മുടെ കട്ടിലിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, കട്ടിൽ ഏത് ഇതിലാണ്? തേക്കിലാണ് കട്ടിലുള്ളത്. ഇതിൻ്റെ അകത്തൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഫുള്ളായിട്ട് പുൾ ചെയ്ത് വരാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് തന്നെ 4 എണ്ണം ഉണ്ട്, 4 എണ്ണം ഇല്ല, ആ സൈഡിലും ഈ സൈഡിലും അങ്ങനെ സ്റ്റോറേജ് ഉണ്ട്. ഇനി ബെഡ്റൂമിൻ്റെ സാധാരണ ബാത്റൂമൊക്കെ എല്ലാം കോമൺ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഈ രീതിയിലാണ് ബാത്റൂം വരുന്നത്. ഓക്കെ, എക്സോസ്റ്റ് ഫാൻ അതിനൊപ്പം തന്നെ ഓൺ ആവുന്ന രീതിയിൽ, ലൈറ്റ് ഇടുമ്പോൾ തന്നെ എക്സോസ്റ്റ് ഓൺ ആവുന്ന രീതിയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മേലെയും നമ്മൾക്ക് സ്റ്റോറേജ് സ്പേസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഇനി അവിടെ നിന്നും അടുത്ത് തന്നെ കുട്ടികളുടെ റൂമാണ്. കുട്ടികളുടെ ബെഡ്റൂമും ഏകദേശം അതുപോലെ തന്നെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ വാർഡ്രോബ് അവർക്ക് ഈ രീതിയിലാണ്, 2 പേരാണുള്ളത്. അപ്പോൾ 2 പേർക്കും ഒരേ രീതിയിൽ 2 വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്. മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ അവർക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിനകത്തിരുന്ന് ഒരുങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ താഴത്തൊരു ചെറിയ ഓപ്പണിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലും ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ സാധനങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഈ കളർ സെലക്ട് ചെയ്ത് കുട്ടികൾ തന്നെയാണ്, നമ്മൾ പിങ്ക് എന്നൊക്കെ വിചാരിച്ചെങ്കിലും. ഇനി ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട്, സെയിം തന്നെയാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. സെയിം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ബാത്റൂം, ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് കുട്ടികളുടെ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവർക്കൊരു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്നും നമ്മൾക്ക് വേറൊരു റൂം കൂടി ഉണ്ട്. അതൊരു ഗസ്റ്റ് റൂം. അപ്പോൾ 2 മേജർ ബെഡ്റൂംസ് ആണുള്ളത്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു കുട്ടികളുടെ റൂമും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന റൂം. ഇവിടെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നല്ലെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് വെക്കുന്ന രീതിയിലൊരു റൂമാണുള്ളത്. ഇവിടെ ഈ ഒരു ടേബിൾ ആക്ച്വലി ഇവിടത്തേക്കുള്ളതല്ല, കുട്ടികളുടെ റൂമിലേക്ക് വേണ്ടി വെച്ച സ്റ്റഡി ടേബിളാണ്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരെ അത്ര കൺജസ്റ്റഡ് ആയി പോകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റഡി ടേബിൾ എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. ഇത് 2 കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിളാണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ പൂജാ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എനിക്ക് ഫ്രീ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു കബേർഡോ ഷെൽഫോ ഒന്നും ഈ റൂമിൽ ആക്ച്വലി വെച്ചിട്ടില്ല. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് താഴെ ബെഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഭാവിയിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് ഏകദേശം ക്വിക്കായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിലിങ്സ് ഒന്നും പറയാൻ സത്യത്തിൽ എനിക്കറിയില്ല. എന്നാലും മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ, നമ്മളൊരു 1060 സ്ക്വയർ ഫീറ്റാണ് നമ്മളുടെ ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ ഈ ബാൽക്കണി ഒരു 600 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. വലിയ ബാൽക്കണി വേണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ബാൽക്കണി വെച്ചത്. വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നമ്മൾ അപ്സ്റ്റേഴ്സ് മേലെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. താഴെ ഹസ്ബൻഡിൻ്റെ ഗോഡൗണും ചെറിയൊരു യോഗ സെൻറ്റർ പോലെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമുക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ യോഗ ക്ലാസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീട് വെക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയാത്ത കൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മുടെ ഒരു 2 ബെഡ്റൂം മെയിനായിട്ടും ഒരു എക്സ്ട്രാ, അപ്പോൾ 3 ബെഡ്റൂം എന്ന് പറയാമല്ലേ, 3 ബെഡ്റൂം വരുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണിത്. ഈ രീതിയിലാണുള്ളത്. ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെയാണ് നമ്മളുടെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നാളെ നമ്മുടെ പാലുകാച്ചലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇന്ന് എടുക്കാൻ കാരണം ഒരു എംപ്റ്റി ഹോം ടൂർ കാണണം എന്നുള്ള രീതിയിലാണ് എടുത്തത്. നാളെ സാധനങ്ങളൊക്കെ പതിയെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിന് മുന്നായിട്ട് ക്വിക്കായിട്ട് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്നൊരു വീഡിയോ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം എടുത്തതാണ്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. നമ്മൾ പുതിയൊരു ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു തുടങ്ങാൻ പോവുകയാണ്. സ്ഥലം വരുന്നത് മരടാണ്. നമ്മുടെ യോഗ സെൻറ്ററിൻ്റെ ഇത് ഞാൻ പിന്നീട് സമയം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.